പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കൂട്ടിച്ചേർത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ തിരുവചനം. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോടും അതുപോലെ തന്നെ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കല് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ അനുജനുമായിട്ട് അല്പം ശത്രുതയിലായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നില്ല, മിണ്ടുന്നില്ല, ഭവനങ്ങളിൽ കയറിയിറങ്ങുന്നില്ല. അങ്ങനെ കഴിയുന്ന കാലഘട്ടങ്ങളിലാണ് ഇടവക പള്ളിയിൽ ഒരു വാർഷിക ധ്യാനം വരുന്നു. ആ വാർഷിക ധ്യാനത്തിന്റെ അവസരത്തില് വൈദികൻ പ്രസംഗിച്ച ഈ തിരുവചനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ചു. അന്ന് ദേവാലയ മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ അനുജൻ തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ജ്യേഷ്ഠനെ ഒന്ന് കണ്ടുമുട്ടാൻ ശ്രമിക്കും. അങ്ങനെ ജ്യേഷ്ഠന്റെ അടുത്ത് ചെന്നു, മുഖത്തോട് മുഖം ചെന്നു, പുഞ്ചിരിച്ചു, ഒരു വാക്കൊന്ന് മിണ്ടാൻ വേണ്ടി ആഗ്രഹിച്ച് അടുത്തു നിന്നു. പക്ഷെ ജ്യേഷ്ഠൻ അവസരം ഒഴിവാക്കി കടന്നുപോയി. അത് അനുജന്റെ മനസ്സിൽ വലിയ വേദന ഉളവാക്കി. എങ്കിലും അദ്ദേഹം ഇനിയും അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിൽ തീരുമാനിച്ച് കിടന്നുറങ്ങി. പക്ഷെ ആ ഉറക്കം അവസാനത്തെ ഉറക്കമായിരുന്നു. അറ്റാക്കായിട്ട് അദ്ദേഹം മരിച്ചു. അനുജന്റെ മരണവാർത്ത അറിഞ്ഞ ജ്യേഷ്ഠൻ സങ്കടത്തോടെ നിലവിളിച്ചു കരഞ്ഞു. അവസാനമായിട്ട് എൻ്റെ അനുജൻ എൻ്റെ അടുത്ത് വന്നു, എന്നെ നോക്കി പുഞ്ചിരിച്ചു, മിണ്ടാൻ ഒരു അവസരം തന്നു. പക്ഷെ ഞാൻ ഒന്നിനോട് സഹകരിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മളെയൊക്കെ ജീവിതത്തില് ദൈവം തരുന്ന ഓരോ അവസരങ്ങളും നമുക്ക് അവസാനത്തെ അവസരങ്ങളാകാം. ക്ഷമിക്കാനോ, രമ്യതപ്പെടാനോ, ചേർത്ത് പിടിക്കാനോ, കോട്ടയെന്ന് വെക്കാനോ, എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കുണ്ടെങ്കിൽ അതെല്ലാം തീർക്കാം. ഇന്നെന്ന ദിവസം ദൈവം തരുന്നതാണ്. നാളെ എന്ന ദിവസം ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആകയാൽ സഹോദരങ്ങളുമായുള്ള ആ ബന്ധം കൂടുതൽ ആഴത്തിൽ, കൂടുതൽ സ്നേഹത്തിൽ ഒന്നായി വരാൻ, അങ്ങനെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, സാഹോദര്യ ബന്ധം വളരെ ആഴമുള്ളതായി തീരാൻ എന്ത് വില കൊടുത്തും എത്ര എളിമപ്പെട്ടും സഹോദരനെ, സഹോദരിയെ, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കാൻ, കോട്ടയെന്ന് വെക്കാൻ, ഐക്യത്തോടെ മുന്നേറാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.